ഒരു കൺഫ്യൂഷൻ ഉള്ള സംഭവമാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മാത്രമായിട്ട് ഒരു മാന്യനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഭയങ്കര ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു ഫോർമൽ ലുക്കിൽ പോകണം എന്നുള്ളതൊക്കെ. ഡ്രസ് കോഡിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഇന്നത്തെ ഇത് തന്നെ നോക്കാം, നമ്മൾ പെർഫെക്റ്റ്ലി ആണ് വന്നിരിക്കുന്നത് അല്ലേ. സംഭവം ഉണ്ടെന്ന് അറിയുമ്പോൾ ആരെങ്കിലും വരുമല്ലോ. അതെ, ഇപ്പം അജ്മലിനെ നോക്കുകയാണെങ്കിൽ അജ്മൽ വളരെ പ്രൊഫഷണൽ വേയിലാണ് വന്നിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇച്ചിരി ഉടുത്തൊരുങ്ങി നല്ല ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. അതെ, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും നമ്മളെ പ്രസൻറ്റ് ചെയ്യുവാണ് അല്ലേ. അപ്പം നമ്മൾ വീട്ടിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു ടൂറിന് പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫംഗ്ഷന് ഒരു പാർട്ടിക്കൊക്കെ പോകുന്ന പോലെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇംപ്രഷൻ അവർക്ക് കൊടുക്കാൻ പറ്റില്ല, ഈ പ്രൊഫഷണൽ ഇംപ്രഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ അറ്റയറിന് അതാണ് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ചിലത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കിളിപോയ അവസ്ഥയായിരിക്കും, ഇത് എന്താ അവർ ഉദ്ദേശിച്ചെന്ന് തോന്നും. ചിലത് ഭയങ്കര ഗ്രാമാറ്റിക്കൽ ഇഷ്യൂസ് ആയിരിക്കും, തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, വേർഡ്സുകളും അതുപോലെ സെൻറ്റൻസുകളും തമ്മിൽ. അതൊരു ഭയങ്കര ഇഷ്യൂസാണ്. ചിലപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയിലും ഈ സ്ക്രീനിങ് ആയിരിക്കും. അപ്പം പ്രൊഡക്ടിവിറ്റി എന്താണ് ദ എൻഡ് ഓഫ് ദ ഡേ? ചിലപ്പോൾ 2 റെസ്യൂമേ ആയിരിക്കും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അത്രയും ആ ഒരു മാനുവൽ എഫേർട്ട് അവിടെ പോയി. അപ്പോൾ ഇപ്പം എന്ന് പറയുമ്പോൾ ATSൻ്റെ സപ്പോർട്ടോടെ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രീത മാമാണ്. പ്രീത മാം ഒരു ലൈഫ് സ്കിൽ ട്രെയിനറും അതുപോലെ തന്നെ ഒരു HR എക്സ്പേർട്ടുമാണ്. അപ്പം മാമിൻ്റെ കുറച്ച് ഇൻസൈറ്റ്സ് നമുക്കിന്ന് എടുക്കാൻ പറ്റും. ഹായ് മാം. ഹായ് മാമിൻ്റെ അടുത്ത് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, മാം ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ് ആൻഡ് HR പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം എന്തുകൊണ്ടാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നുണ്ടാവും ഒരു ഇൻ്റർവ്യൂവിൽ? ഓക്കെ, അപ്പം നമുക്ക് ആക്ച്വലി 2 ഫാക്ടേഴ്സാണ് ഈ റിജക്ഷനിലേക്ക് നയിക്കുന്നത്. ആദ്യത്തേത് ഓഫ് കോഴ്സ് അവരുടെ ആ ഒരു സബ്ജക്റ്റ് നോളേജാണ്. സബ്ജക്റ്റ് നോളേജ് എന്ന് പറയുമ്പോൾ അവർ ഏത് പ്രൊഫൈലിലേക്കാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിലുള്ള അവരുടെ ഒരു സ്കിൽ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടായിരിക്കും മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ ഒരു ഡെമോ ഒക്കെ ചെയ്യിച്ച് കാണിച്ചിട്ടായിരിക്കും. അപ്പം ആ ഏരിയയിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു റിജക്ഷന് ഉള്ളൊരു പോയിൻ്റായിട്ട് മാറും. ഇനി രണ്ടാമത്തത് ആറ്റിറ്റ്യൂഡാണ്. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, അവർ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു മെത്തഡോളജി, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓഫ് കോഴ്സ് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു ഫാമിലിയിലേക്കാണല്ലേ. നമ്മുടെ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ഫാമിലി തന്നെയാണ്. അപ്പോൾ ആ ഫാമിലിക്ക് വരുന്ന ആൾക്ക് ആറ്റിറ്റ്യൂഡ് വൈസ് കൊള്ളില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഫാമിലീനെ അത് പല രീതിയിലും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും നല്ലതാണെന്നുണ്ടെങ്കിലായിരിക്കും നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് റിജക്ഷനിലേക്ക് പോകും. അപ്പോൾ നമ്മളിപ്പം റെസ്യൂമേ ആണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ആധാരം എന്ന് പറയുന്നത്. അത് നോക്കി അതിലാണല്ലോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാൻഡിഡേറ്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ഫ്രഷേഴ്സ് ഒരു ആദ്യത്തെ ജോബ് നോക്കുന്ന ആളുകൾ കോമൺ ആയിട്ട് എന്തൊക്കെ മിസ്റ്റേക്സ് അതിൽ വരുത്തുന്നുണ്ടാവും? ഇപ്പം ഞങ്ങൾ ഫിൻപ്രൂവിൽ അറിയാലോ, ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പം ആദ്യം ഞങ്ങൾ കളക്ട് ചെയ്യുന്നത് അവരുടെ റെസ്യൂമെയാണ്. ഇപ്പോൾ ട്രെയിനിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ റഫായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന റെസ്യൂമേ നമുക്ക് തരാൻ പറയും. ഒരുപാട് മിസ്റ്റേക്സ് കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്പെല്ലിംഗ് എറേഴ്സും അതുപോലെ തന്നെ ഗ്രാമാറ്റിക് ഇഷ്യൂസും. കാരണം ഇവരിത് ഡോക്യുമെൻ്റ് ജസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പം അവർ തന്നെ ഉണ്ടാക്കണമെന്നില്ല, വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒരുമിച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരാളുടെ റെസ്യൂമേ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റാളുടേതും സെയിം തന്നെ ആയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. സ്പെല്ലിംഗ് ഇഷ്യൂസും അതേപോലെ തന്നെ, മറ്റേ ഈച്ചക്കോപ്പി എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ആയിരിക്കും. അപ്പം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഒന്നും അവർ ഡോക്യുമെൻ്റ് നോക്കി അതൊന്ന് വെരിഫൈ ചെയ്ത് അതിൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കി അത് ക്ലിയർ ചെയ്യാനുള്ള എഫേർട്ടൊന്നും എടുക്കാറില്ല. അതെ, അതിൽ അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതിൽ തന്നെയാണ് ജോബ് ഒബ്ജക്റ്റീവ്. ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ചിലത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കിളിപോയ അവസ്ഥയായിരിക്കും, ഇത് എന്താ അവർ ഉദ്ദേശിച്ചതെന്ന് തോന്നും. ചിലത് ഭയങ്കര ഗ്രാമാറ്റിക്കൽ ഇഷ്യൂസ് ആയിരിക്കും, തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, വേർഡ്സുകളും അതുപോലെ സെൻറ്റൻസുകളും തമ്മിൽ. അതൊരു ഭയങ്കര ഇഷ്യൂസ് ആണ്. ChatGPT പോലുള്ള സോഫ്റ്റ്വെയർസിലൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു മെഷീൻ ലാംഗ്വേജ് അതിലുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പം നമുക്കറിയാം അത് ഇത് ChatGPT പ്രൊഡക്റ്റ് തന്നെയാണ്, നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ അവരോട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിനകത്ത് നമ്മുടെ ഹ്യൂമൻലി ടച്ച് ഒന്ന് കൊണ്ടുവരാം, മാനുവലായിട്ട് എന്തെങ്കിലും നിങ്ങൾ എഫേർട്ട് ഇടുക. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സ്കിൽസ് മെൻഷൻ ചെയ്യാൻ ഭയങ്കര പിശുക്കാം.
അവർക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങളൊന്നും അവർ എഴുതി വെക്കില്ല. ഇത് ചോദിക്കുന്നില്ല, പേടിയാവും ചിലപ്പോൾ. സത്യം. അപ്പോൾ അവർ ചെയ്യണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് പണ്ട് മുതലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ് സ്കിൽസ് ഉണ്ടായിരിക്കും, നോട്ട് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് എല്ലാത്തിലും ഉണ്ടായിരിക്കും. അതെ, ഇതാണ് മെയിനായിട്ടും ഉണ്ടാവുക. മിസ്റ്റേക്സ് എന്ന് പറയുമ്പം അവർക്ക് വേണ്ടുന്ന എന്താ ടെക്നിക്കൽ സ്കിൽസ് ആണ്, അത് അവർക്ക് അറിയില്ല, അത് അവർ മെൻഷൻ ചെയ്യുകയില്ല. ഇതൊക്കെയാണ് മെയിനായിട്ടും കണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഈ യൂസേജ് ഓഫ് ക്യാപിറ്റൽ ലെറ്റേഴ്സും പങ്ക്ച്വേഷൻ മാർക്സും. കോമഡിൻ്റെ അടുത്ത് അതൊന്നും ഉണ്ടാവില്ല, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യേണ്ട അടുത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും നമ്മൾ മിസ്റ്റേക്കായിട്ട് പറഞ്ഞ് അവരെ തിരുത്താറുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു പെർഫെക്റ്റ് റെസ്യൂമേ എന്ന് പറയുമ്പം എങ്ങനെ ഉണ്ടാവും? പെർഫെക്റ്റ് റെസ്യൂമേ ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയുന്നത്, നിങ്ങളൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം അതാവുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ല. കറക്റ്റ് ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ ഫോണ്ടാണ് വേണ്ട, ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമാണ് പല കമ്പനീസും നോക്കുന്നത്, അറിയാലോ. ഇപ്പം പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു HR എന്നിപ്പോൾ ഞങ്ങളൊക്കെ ഒത്തിരി റെസ്യൂമേ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇരുന്ന് ചെയ്യാം, നമുക്കൊരു പെർഫെക്റ്റ് റെസ്യൂമേ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയിലും ഈ സ്ക്രീനിങ് ആയിരിക്കും. അപ്പം പ്രൊഡക്ടിവിറ്റി എന്താണ് ദ എൻഡ് ഓഫ് ദ ഡേ, ചിലപ്പോൾ 2 റെസ്യൂമേ ആയിരിക്കും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. അത്രയും ആ ഒരു മാനുവൽ എഫേർട്ട് അവിടെ പോയി. അപ്പോൾ ഇപ്പം എന്ന് പറയുമ്പോൾ ATSൻ്റെ സപ്പോർട്ടോടെ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. കാരണം കുറച്ച് കീവേഡ്സ് ATSന് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ സ്ക്രീൻ ചെയ്ത് കിട്ടും. അപ്പം ഞങ്ങൾ സ്റ്റുഡൻസിനോട് പറയുന്നതും ATS ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സ് ഒക്കെ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കും. ഇപ്പം എന്തൊക്കെയാണ്, ഇപ്പം മെയിൻലി ഇവിടെ വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ്, ഡേറ്റ അനലിറ്റിക്സ് പ്രോഗ്രാംസ് ഒക്കെയാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടുന്ന കീവേഡ്സ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ കീവേഡ്സ് നിങ്ങളുടെ റെസ്യൂമേയിൽ ഉണ്ടാവുക എന്നുള്ളത്. കാരണം നമ്മളിതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അവരെ. അപ്പോൾ ആ കീവേഡ്സ് അവർക്ക് വെക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമേ. പിന്നെ പറയുന്നത് സ്കിൽസ് മസ്റ്റായിട്ടും വേണം. സോഫ്റ്റ് സ്കിൽസും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കിൽസും രണ്ടായിട്ട് തന്നെ കൊടുക്കാൻ പറയും. അതെല്ലാം ബുള്ളറ്റ് പോയിന്റിൽ ഇട്ട് കൊടുക്കാനും പറയും. ജസ്റ്റ് കോമയിട്ട് കുറേ ഇങ്ങനെ നിരത്തി പിടിച്ച് കൊടുക്കുന്നതിന് പകരം ഓരോന്നും ബുള്ളറ്റ് പോയിന്റ് ഇട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യാൻ ATSന് റീഡ് ചെയ്യാനും ഈസിയാണ്. ഇനി അതല്ല മാനുവലായിട്ട് നോക്കുന്ന ആൾക്കാണെങ്കിൽ പോലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, പ്രോസസ്സ് ഈസിയാക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഒബ്ജക്റ്റീവാണ്. ജോബ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഫൈൽ സമ്മറിയൊക്കെ കൊടുക്കുമ്പം നല്ല പെർഫെക്റ്റ്ലി അത് ഡ്രാഫ്റ്റ് ചെയ്യണം. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ്. കാരണം ഏത് റോളിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആ റോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജൂനിയർ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഡൊമൈനിലാണ് അവർ ഒരു ജോബിന് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡ് മസ്റ്റായിട്ടും അവരുടെ ഒബ്ജക്റ്റീവിൽ ഉണ്ടായിരിക്കണം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ഒരു എയിമാണ് അല്ലേ. അപ്പോൾ പ്രൊഫൈൽ സമ്മറി എന്ന് പറയുമ്പം അവരുടെ പ്രൊഫൈല് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാണ്, അതിനനുസരിച്ച് അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു റെസ്യൂമേ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പെർഫെക്റ്റ്ലി അലൈൻ ചെയ്യുക, ഫോണ്ടുകളൊക്കെ പെർഫെക്റ്റ് ആക്കുക. പിന്നെ സിമ്പിൾ വേർഡ്സ്, ഹെഡിങ്സ് ഒക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് കൊടുക്കുക. ഇപ്പം എക്സ്പീരിയൻസ് എന്നുള്ളത് അങ്ങനെ തന്നെ കൊടുത്താൽ മതി. എഡ്യൂക്കേഷൻ, അതുപോലെ സ്കിൽസ്, അങ്ങനെ കോമൺ ആയിട്ടുള്ള വെരി ബേസിക് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാം. ഒരു കോൺട്രവേഴ്സി ഉള്ള സംഭവമാണ് ഇപ്പം ഈ ഡ്രസ്സിംഗ് ഒക്കെ നോക്കും, ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പം. അതെ, അറിയാലോ, പല കമ്പനീസും അങ്ങനെ വലിയ ഫോർമൽസ് ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാഷ്വൽ ഡ്രസ്സ് ഇട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒരു കൺഫ്യൂഷൻ ഉള്ള സംഭവമാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മാത്രമായിട്ട് ഒരു മാന്യനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഭയങ്കര ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു ഫോർമൽ ലുക്കിൽ പോകണം എന്നുള്ളതൊക്കെ അങ്ങനെ ഇപ്പോഴും ഒരു ധാരണ ഉണ്ട് നമുക്കിടയിൽ എല്ലാവർക്കും. അതെ, അതിൽ വല്ല സത്യമുണ്ടോ? അതിൽ ഡ്രസ് കോഡിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഇന്നത്തെ ഇത് തന്നെ നോക്കാം, നമ്മൾ പെർഫെക്റ്റ്ലി ആണ് വന്നിരിക്കുന്നത് അല്ലേ. അതെ, ഇപ്പം അജ്മലിനെ നോക്കുകയാണെങ്കിൽ അജ്മൽ വളരെ പ്രൊഫഷണൽ വെയിലാണ് വന്നിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇച്ചിരി ഉടുത്തൊരുങ്ങി നല്ല ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. അതെ, അപ്പോൾ ഇപ്പം നമ്മൾ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഞാനൊരു ഫംഗ്ഷന് പോകില്ല. അജ്മൽ പോവോ? ഞാൻ പോകും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഞാനത് പോവില്ല. എൻ്റെ അറ്റയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യുവാണ് അല്ലേ. അപ്പം നമ്മൾ വീട്ടിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു ടൂറിന് പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫംഗ്ഷൻ, ഒരു പാർട്ടിക്കൊക്കെ പോകുന്ന പോലെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇംപ്രഷൻ അവർക്ക് കൊടുക്കാൻ പറ്റില്ല, ഒരു പ്രൊഫഷണൽ ഇംപ്രഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ അറ്റയറിന് അതാണ് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതെ അതെ. അപ്പം ഇപ്പം ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ചില ആളുകളൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പം ഇപ്പത്തെ പ്രത്യേകിച്ച് ഇനി ന്യൂജൻകാർ ഇതിന് ട്രോൾ ഇടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മുടിയൊക്കെ ഒരുമാതിരി മറ്റേ പന പോലെ
വളർത്തി, കാട് പോലെ വളർത്തി, ഒട്ടും ഒരു പ്രൊഫഷണൽ ഫീൽ ഇല്ലാത്ത രീതിയിൽ വരും. അപ്പം നമ്മുടെ ആ പ്രൊഫൈൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു അക്കൗണ്ട്സ് ട്രെയിനറെയാണ് എടുക്കുന്നത് വിചാരിക്കുക. അയാൾ ആ ഒരു റോളിലിരിക്കുന്ന ആൾ നമ്മുടെ സ്റ്റുഡൻസിന് ഒരു റോൾ മോഡലാണല്ലേ. അതെ അതെ അതെ. ആൾ ഭയങ്കര ഫാഷനബിൾ ആയിട്ട് ഭയങ്കര ട്രെൻഡി ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരും അതേ ഫ്ലോയിലായിരിക്കും ഉണ്ടാവുക. നമുക്കൊരിക്കലും അവരോട് പറയാൻ പറ്റില്ല നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ അറ്റയർ വരണമെന്ന്. അത് തിരിച്ച് ചോദിക്കും, സാർ ഇങ്ങനെയല്ലേ നടക്കുന്നത്, പിന്നെ എനിക്കെന്തോ ഇങ്ങനെ ആയാലെന്നല്ല അല്ലേ. അപ്പം റോൾ ടു റോൾ ഓഫ് കോഴ്സ് ഇത് ഡിഫറെൻ്റ് ആണ്. പക്ഷെ അത് കമ്പനി ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവിടെ എന്ത് കൾച്ചറാണെന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഇംപ്രഷൻ കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി നല്ല ഇംപ്രഷൻ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോർമൽ അറ്റയർ ആണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴും നല്ലത്. അപ്പം അതാകുമ്പം അവർക്കും ഇംപ്രഷൻ വരും. ഇപ്പം ഫ്രണ്ടിലിരിക്കുന്ന എംപ്ലോയർ എന്ന് പറയുന്ന ആൾക്ക് ഉണ്ടായിരിക്കും, അയാളുടെ മൈൻഡിലുണ്ടായിരിക്കും എൻ്റെ എംപ്ലോയി എങ്ങനെ ഇരിക്കണമെന്നുള്ളത്. അപ്പം പ്രൊഫഷണൽ അറ്റയർ വരുമ്പോൾ ഓഫ് കോഴ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അജ്മലിൽ ഇട്ടിരിക്കുന്ന പോലെയുള്ള ഫോർമൽസ് യൂസ് ചെയ്യുക, ഫോർമൽ ഷർട്ടും ഫോർമൽ പാൻസും ടക്കിൻ ചെയ്തിട്ട് ഷൂം സോക്സൊക്കെ ഇട്ട് നല്ല ബോഡിയെല്ലാം ഫുള്ള് ഗ്രൂമൊക്കെ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു ഇംപ്രഷൻ കൊടുക്കാൻ പറ്റും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നല്ലൊരു കുർത്ത ഇട്ട് പോകുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ ഫോർമൽ ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് പോകുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഇവനൊരു സാരി എടുത്തിട്ട് പോവുക, സൽവാർ എടുത്തിട്ട് പോവുക, അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് മെയിനായിട്ടും ഡ്രസ് കോഡ് ഓഫ് കോഴ്സ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ട് പോവുക. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ സ്റ്റേജ് മറികടക്കാൻ അല്ലെങ്കിൽ ഒരു ജോബ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ലാംഗ്വേജ് സ്കിൽ, എസ്പെഷ്യലി ഇംഗ്ലീഷിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. എന്തുകൊണ്ടാണ് അത് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? ഇപ്പോൾ കേരളത്തിലുള്ള കമ്പനീസ് ആണെങ്കിലൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പലരും നമുക്കറിയാം, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകളുടെ ലാംഗ്വേജ് സ്കിൽ എത്രയാണെന്നുള്ളത്. അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ആക്ച്വലി? ഇമ്പോർട്ടൻസ് കൊടുക്കണോ ചോദിച്ചാൽ വേണം. പല കമ്പനീസും ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രിഫേർഡ് ആണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോബിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ പോലും, അതുപോലെ തന്നെ ഇപ്പം ഞാൻ അക്കൗണ്ടൻ്റ് ആണെന്ന് വിചാരിക്കാം, രണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ഡോക്യുമെൻറ്റേഷനും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ല രീതിയിലൊരു ക്യാമ്പയിൻസ് ഒക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഗ്രാമാറ്റിക് ആയിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പ്രിഫേർഡ് ആണ്. പിന്നെ അറിയാലോ, ഇപ്പം തമാശയായിട്ട് നമ്മൾ പറയാറുണ്ട്, എവിടെ പോയാലും നമുക്ക് മലയാളി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഏത് രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. ഏത് രാജ്യത്ത് പോയാലും നമുക്ക് നിൽക്കാൻ പറ്റുക ഇംഗ്ലീഷ് അറിയെങ്കിലാണ്. അപ്പോൾ ഇംഗ്ലീഷിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഇൻ്റർവ്യൂ മറികടക്കാൻ ഇംഗ്ലീഷ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രിഫേർഡ് ആണ്. അത്ര മാൻഡേറ്ററി ആയിട്ട് വേണമെന്നൊന്നും നിർബന്ധം ഇല്ല. കേരളത്തിലാണെങ്കിൽ, പുറത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നമ്മളെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളൊരു മലയാളിയാണെന്നുള്ളത്. അപ്പം നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഇൻ്റർവ്യൂ കടക്കാമെന്നുള്ളത് മാത്രമല്ല, നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ റെസ്യൂമെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇപ്പം എങ്ങനെ ഒരാൾ ഇപ്പം ഒരു ഇൻ്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ് അവരെങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? സെൽഫ് ഇൻട്രൊഡക്ഷൻ. കാരണം അതാണല്ലോ അവരെങ്ങനെ അവരെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കേണ്ട കാര്യം. ഇപ്പം പലർക്കും സംശയങ്ങളുണ്ടാവും അതിൽ. അപ്പം ചിലരും ഇപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും കാണാതെ പഠിച്ചു വരുന്ന കുറേ കാര്യം റെക്കോർഡ് ചെയ്ത പോലെ അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ അത് ഇമ്പ്രസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ. അപ്പോൾ എങ്ങനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഒരു കാൻഡിഡേറ്റ്? ഓക്കെ, ഇപ്പം ഞങ്ങൾ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുറേ സ്റ്റുഡൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്നത് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. അത് ലാംഗ്വേജ് ലാബിൽ മുതൽ നമുക്ക് ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ട്രെയിനിങ് കൊടുക്കും. സെൽഫ് ഇൻട്രൊഡക്ഷൻ പല രീതിയിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പറയുന്നത് പോലെ ആയിരിക്കില്ല നമ്മളൊരു മീറ്റിങ്ങിന് പോയിട്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയതായിട്ടൊരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുമ്പം ഉള്ള ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം എന്നില്ല വേറൊരു തലത്തിൽ ചെന്നിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള HR, ചിലപ്പോൾ അജ്മലും അതെ, ആദ്യം നമ്മുടെ കയ്യിൽ ഒരു കുട്ടി ഫ്രണ്ടിലിരുന്ന് നമുക്ക് CV തന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നായിരിക്കും അല്ലേ. അപ്പോൾ ആ ചോദ്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഒരു സർവേ റിപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെജോറിറ്റി എംപ്ലോയേഴ്സും പറയുന്നത് അവർ ഒരു ആദ്യത്തെ ഒരു 1.5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ആ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടി എടുക്കണോ വേണ്ടായോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ട് എന്നാണ്. അതെ, ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വളരെ സ്മാർട്ടായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർക്ക് ആ ഇൻ്റർവ്യൂ സ്റ്റേജ് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഭയങ്കര ഒരു യൂസ് ഉണ്ട്, ഒരു ഭയങ്കരമായിട്ടൊരു ചാൻസസ് ഉണ്ട്. അപ്പം
ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്നത് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ 3 പാർട്ട് വേണം എന്നാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് നിങ്ങൾ ആരാണ് എന്നുള്ളതിനെ പറയാം. അപ്പോൾ നിങ്ങളുടെ പേര് പറയാം, എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാം, അതുപോലെ തന്നെ ഇപ്പം ഫാമിലി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ അത് എല്ലാവരുടെയും ഇപ്പം അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, അച്ഛൻ എന്ത് ചെയ്യണോ അതൊന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് അതെ അതെ എന്നെ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഇന്നതാണ്, അച്ഛൻ ഈ ജോലി ചെയ്യുന്നു, അനിയൻ ഇതാണ്, അനിയൻ എന്ത് പഠിക്കുന്നു, ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്ന് വരെ പറഞ്ഞ കുട്ടികളുണ്ട്. ബാംഗ്ലൂർ ഡേയ്സിൽ നിവിൻ പോളി കണ്ടിട്ടില്ല? അതെ അതെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതെ അതേപോലെ തന്നെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പം നമ്മുടെ ആ ഫസ്റ്റ് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എബൌട്ട് അസ് ആയിരിക്കണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ പറ്റിയാണല്ലോ, അപ്പം വേറെ ആരും അതിനകത്ത് വരണമെന്നില്ല, നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് പറയാം. രണ്ടാമത്തെ പാട്ടെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ BCom MCom ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾ രണ്ടും പറയുന്നത് നല്ലതാണ്. ഇപ്പോൾ MBA കാരനാണെന്നുണ്ടെങ്കിൽ നേരത്തെ BCom പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നല്ലതാണ്. അപ്പം അവരുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് പറയാം. +2 10th ഒന്നും പറയണമെന്നില്ല, അത് കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും ഡിഗ്രിക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അത് പറയാം. അപ്പോൾ ഇത് രണ്ടും കൂടെ തന്നെ ഒരു മാക്സിമം ഒരു 20 to 30% വരാൻ പാടുള്ളൂ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ. ബാക്കിയുള്ള ഒരു 70 to 80% എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽസും ഇൻട്രസ്റ്റും ഒക്കെ ആയിരിക്കണം. അപ്പം അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കണം അവിടെ വരുന്നത്. എന്താണ് അവർ ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്തത്, അവർ ഉണ്ടാക്കിയ അച്ചീവ്മെൻറ്റ്സ്, അതായിരിക്കണം മേജറായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആൾ പറയേണ്ടത്. ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രയോറിറ്റി കൂടുതലായിട്ടും കൊടുക്കേണ്ടത് സ്കിൽസും അവരുടെ ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസ്, അതുപോലെ എന്തെങ്കിലും ട്രെയിനിങ്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഫീൽഡിലുള്ള ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയേണ്ടത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം ഒരു കുട്ടി ഫ്രണ്ടിൽ ഇരുന്നിട്ട് പറയുമ്പം താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻട്രൊഡ്യൂസിംഗ് മൈസെൽഫ് എന്ന് പറയും. ആ വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഇത് പഠിച്ച് പറഞ്ഞിട്ടാണ്. അതെ, അപ്പം അവിടെ സ്റ്റക്ക് ആവും. പിന്നെയുണ്ട് പലരും ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ നമുക്ക് കറക്റ്റ് അറിയാം, പിന്നെ തത്തമ്മ പാടുന്ന പോലെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു ഫ്ലോ വരരുത് എന്ന് എപ്പോഴും പറയാറുണ്ട്. നമുക്ക് അവിടെ അപ്പം ഇരുന്ന് നമ്മൾ എങ്ങനെയാണോ പറയണത് അതേപോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണം, പഠിക്കണം. അത് ഓഫ് കോഴ്സ് നമ്മൾ പഠിച്ചിട്ടേ ചെല്ലാൻ പാടുള്ളൂ. കാരണം പെട്ടെന്ന് ഒരു സ്ട്രേഞ്ചറുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇൻട്രൊഡക്ഷൻ പറയാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറന്നു പോകും. എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണെങ്കിലും ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ പഠിച്ചിട്ട് തന്നെ പോവുക, പക്ഷേ അത് അവർക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്ന രീതിയിലാവരുത് എന്നാണ്. മനസ്സിലായി. അപ്പം മാം പറഞ്ഞു വരുന്നത് വെച്ചാൽ അപ്പം ഒരു ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 50-50 പ്രപ്പോർഷനാണ് അല്ലേ? അപ്പം ഒരു 50% അവരുടെ റെസ്യൂമേ, അവരെങ്ങനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവർ ഡ്രസ്സിങ്, പിന്നെ അടുത്ത 50% ഉള്ള അവരുടെ സ്കിൽ എത്രത്തോളം ഉണ്ട്, അവരുടെ സർട്ടിഫിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുള്ളൂ അല്ലേ? ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഫോർ എക്സാമ്പിൾ ആൾ നല്ല സ്മാർട്ടാണ്, ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ആൾ നല്ല സ്മാർട്ടായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ സബ്ജക്ട് നോളേജ് ആണ്, അവർ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിച്ചപ്പോഴാണ് പ്രശ്നം വന്നത്. അതും നമുക്ക് പ്രശ്നമൊന്നുമില്ല, അവരെ കറക്റ്റായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് എടുക്കാം. അതെ, അപ്പോൾ പെർഫെക്റ്റ്ലി ഫൈൻ ആണ്. 100% മാർക്ക് വരണമെന്നൊന്നും നിർബന്ധമില്ല. ഒരു നമുക്ക് പറ്റും, ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും, നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള കഴിവുണ്ട്, ലേൺ ചെയ്യാനുള്ള താല്പര്യമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതെ അതെ, കാരണം എല്ലാവരും സ്കിൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സംഭവങ്ങൾ അവർ മാറ്റി വെക്കും. അവർക്ക് പേടിയാവും, പ്രസന്റ് ചെയ്യാനൊക്കെ പേടിയാവും. അങ്ങനെ ആവും മിക്കവാറും ഒരുപാട് പേര് റിജക്ഷൻ വരുന്നുണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ എത്ര നമ്മൾ പഠിച്ചിട്ടും അല്ലെങ്കിൽ എത്ര സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യണം നല്ല രീതിയിൽ. സെയിൽ, ഞാനത് ആദ്യം പറഞ്ഞത്, നമ്മൾ തന്നെ നമ്മളെ സെല്ല് ചെയ്യുവാണ് അവിടെ. അതെ. ഞാനൊരു കേസ് പറയാം പ്രീത മാം. ഇപ്പം ഫിൻപ്രൂവിൽ ഒരുപാട് പേർക്ക് പ്ലേസ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, 5000+ പ്ലേസ്മെൻറ്റ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു സ്റ്റുഡൻറ്റ് പ്രീത മാമിൻ്റെ അടുത്ത് വരികയാണ്. 2 കേസസ് ഉണ്ട് ആളടുത്ത്. ഒരു ബെറ്റർ സാലറിയിൽ, ഒരു ഇൻഡസ്ട്രി ബെസ്റ്റ് സാലറിയിൽ ആൾക്കൊരു സ്റ്റാർട്ടപ്പിലും ഒരു ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരു അതിനേക്കാൾ കുറഞ്ഞ ഒരു സാലറി പാക്കേജിൽ ഒരു MNCയിലും ആൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കേസിൽ സ്വാഭാവികമായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം പ്രീത മാം ഈ ആൾക്ക് എങ്ങനെ ഒരു സജഷൻ കൊടുക്കും ഇയാൾക്ക്? ഓക്കെ, അപ്പം ഞാൻ ആക്ച്വലി അവർക്ക് സജഷൻ കൊടുക്കുന്നതിന് പകരമായിട്ട് അവരോട് തന്നെ ചൂസ് ചെയ്യാൻ പറയുകയാണ് ചെയ്യുക.
കാരണം ഏത് അവരുടെ choice ആണ്. കമ്പനി, അതെ അതെ, ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള അവരുടെ ചോയ്സ് തന്നെയാണ്. അവർക്ക് അത് എടുക്കാനുള്ള ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കും. അപ്പോൾ അതിൽ നമ്മുടെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ അവിടുത്തെ പ്രോസും കോൺസും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. MNC-യിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ആണെങ്കിലും രണ്ടിലും പ്രോസും കോൺസും ഉണ്ട്. അപ്പോൾ MNC-യുടെ കേസിൽ ഇപ്പോൾ പ്രോസ് ആണെന്നുണ്ടെങ്കിൽ അവർ നല്ല അത്യാവശ്യം പോപ്പുലർ ആയിരിക്കും. അപ്പം ഒരു കുട്ടിക്ക് പോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതെ അതെ അഭിമാനത്തോടെ അതെ അതെ, ഇപ്പം ഇന്ന ഫാമിലിയിലാവട്ടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം. ഇപ്പം ഒരു MNC-യിലാണ് വർക്ക് ചെയ്യുന്നത് രീതിയിൽ പറയാൻ പറ്റും. ശരി, ഇപ്പം ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നല്ല ഒരു ചോദ്യങ്ങളുണ്ടാവില്ല weightage പിന്നെ. കിട്ടും. അതെ ചോദ്യങ്ങളുണ്ടാവില്ല. അതെ അതെ, അപ്പോൾ അതൊരു ബെനിഫിറ്റ് ആണ്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ MNC എന്ന് പറയുമ്പം അവർ ഒത്തിരി കൊല്ലങ്ങൾ, ഇയേഴ്സ് ആയിട്ട് അല്ലേ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു നല്ലൊരു പക്ക സ്ട്രക്ചർ സെക്യൂരിറ്റി ഉണ്ടാവും. ഇപ്പൊ അടുത്തത് അതെ, ജോബ് അങ്ങനെ പറയാൻ പറ്റില്ല, കേസ് പറയാൻ പറ്റില്ല. പലതും പെട്ടെന്ന് ഓപ്പറേഷൻ നിർത്തി പോകുന്നുള്ള പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യം അതില്ല. അവർ നന്നായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ അവിടെ തീർച്ചയായിട്ടും അവർക്ക് തുടരാൻ പറ്റുന്നുള്ളത് അവർക്ക് തോന്നലുണ്ടാവും. അപ്പം അതിലൊരു സ്ട്രക്ചേർഡ് വേ ഉണ്ടായിരിക്കും. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വെൽ റിട്ടൺ ആയിരിക്കും. അത് പോവുക ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. വേറെ കൺഫ്യൂഷൻ ഒന്നും ഉള്ളൊരു ചാൻസസ് ഇല്ല. അപ്പോൾ അതുമാണ് മെയിനായിട്ട് MNC-കളുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അവർക്ക് പക്ക ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിരിക്കും, അതിൽ കൂടി അങ്ങ് പോയാൽ മതി. അപ്പം സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ചാൽ ഒത്തിരി ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം MNC-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ജോബാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. മറ്റേത് ചെയ്യാൻ വേറെ ആളുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇയേഴ്സ് ആയിട്ട് ചിലപ്പോൾ അതിൽ തന്നെ നിൽക്കും. ഓഫ് കോഴ്സ് പിന്നെ അവരുടെ ഒരു പ്രൊമോഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. പക്ഷേ സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒത്തിരി ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓൺട്രപ്രണർ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യത്തേ ഉണ്ടാവുള്ളായിരിക്കും. എല്ലാ എംപ്ലോയീസും ഓൺട്രപ്രണേഴ്സ് ആയിരിക്കും. അപ്പം അക്കൗണ്ടൻ്റ് ആയിരിക്കും ചിലപ്പോൾ അവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഓപ്പറേഷൻസിലും ആളായിരിക്കും, അഡ്മിനിലും ആളായിരിക്കും. അപ്പോൾ ഏത് റോളും ചെയ്യാനായിട്ട് ആൾ എക്യുപ്ഡ് ആയിരിക്കും. കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള റോളൊക്കെ സെലക്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾ, നന്നായിട്ട് ലേൺ ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു സ്റ്റാർട്ടപ്പ് ബെസ്റ്റ് ആയിരിക്കും. എന്നാൽ സ്ട്രക്ചേർഡ് വേയിൽ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം, അത്യാവശ്യം പേരുകേട്ട ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ചോയ്സ് ഉള്ളവർക്കാണെങ്കിൽ MNCs-ഉം ബെസ്റ്റാണ്. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായി. ഇപ്പം വേറൊരു സംഭവം നോക്കുകയാണെങ്കിൽ ഇപ്പം ജോബ് മാർക്കറ്റിൽ ഇപ്പം ജെൻസീസ് ആണ് കൂടുതലുള്ളത് അല്ലേ? ഇപ്പോൾ 90s കിഡ്സിൻ്റെ കാലം കഴിഞ്ഞു. അത് അവരൊക്കെ ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായി, പ്രൊമോഷനൊക്കെ കിട്ടി വേറെ ലെവലിലേക്ക് എത്തിപ്പോയി. ഇപ്പോൾ ഉള്ളത് ജെൻസീസ് ആണ്. അറിയാലോ അവരുടെ ഒരു ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും അവരെ കൊണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ട്രെയിൻ ചെയ്യുന്നത് ഫിൻപ്രോയിലൊക്കെ ട്രെയിൻ ചെയ്യുന്നതും അത്തരത്തിലുള്ള സ്റ്റുഡൻസിന്. അപ്പം അവർക്ക് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ പലരും പറയുന്നതാണ് അവരങ്ങനെ പ്രഷർ എടുക്കുകയോ അല്ലേ റെസ്പോൺസിബിലിറ്റി പ്രോപ്പറായിട്ട് ചെയ്യുമോ ഒന്നുമില്ല, അവർക്ക് അത്ര ഫോക്കസ്ഡ് ആയിക്കോളണം എന്നില്ല എന്ന് പറയും. അപ്പോൾ അവരെപ്പോഴും അന്വേഷിക്കുന്നുണ്ടാവുക ഒരു സ്ട്രെസ് ഇല്ലാത്ത ജോബ്. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം. ഒരു സ്ട്രെസ് ഇല്ലാത്ത ജോബാണ് അവർ ചൂസ് ചെയ്യുള്ളൂ. ആക്ച്വലി നമുക്ക് അങ്ങനെ ഒരു സ്ട്രെസ് കുറവുള്ള ജോബ് എന്ന് പറഞ്ഞിട്ടൊന്ന് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അവർക്ക്? ആക്ച്വലി അത് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം അവർക്ക് ഒരു ഫീൽഡിൽ തന്നെ അല്ലെങ്കിൽ ഒരേ ഡൊമൈനിൽ തന്നെ നിന്ന് പോകാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ജൂനിയർ റോളിലുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു ജൂനിയർ അക്കൗണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ ഒരു ലെവലിലുള്ള ഒരാളാണ്, ഒരു അസിസ്റ്റൻറ്റ് റോളിലുള്ള ആളാണൊക്കെയാണെങ്കിൽ വലിയ സ്ട്രെസ് ഉണ്ടാവില്ല. കാര്യം അവർക്ക് അതിൻ്റെ മുകളിലുള്ള ആളുകളുണ്ട് സ്ട്രെസ് എടുക്കാനായിട്ട്. അപ്പോൾ അവർ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ അത് ക്ലിയർ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സപ്പോർട്ടിന് ആളുണ്ട്. അപ്പോൾ വലിയ സ്ട്രെസ്സൊന്നും ഇല്ലാതെ പോവാം. പക്ഷെ ഓഫ് കോഴ്സ് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ കുറച്ച് ചലഞ്ച് എടുക്കാനും ഇച്ചിരി സ്ട്രെസ് ഫ്രീ ആയിട്ട് അല്ല സ്ട്രെസ്സോട് കൂടിയൊക്കെ മുന്നോട്ട് പോകാനും ഒക്കെ ഒന്ന് ഇറങ്ങുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് സ്ട്രെസ് അല്ല, ഇതൊരു നാച്ചുറൽ ഫ്ലോ ആണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പം സൈക്കോളജിക്കലി പറയുവാണെന്നുണ്ടെങ്കിൽ പലതും ഉണ്ട്. നമ്മുടെ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം സ്ട്രെസ്സും ഒരു മോട്ടിവേറ്റർ ആണ്. അതെ, നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയുമല്ലോ. അതെ, അപ്പം ആ ഒരു ചെറിയൊരു സ്ട്രെസ് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ലൈഫിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള മോട്ടിവേഷനും ഇല്ല, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എവിടെ എത്തില്ല അല്ലേ. നമുക്കൊരു എയിം ഉണ്ട്, നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രഷറുണ്ട്, ടെൻഷനുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനനുസരിച്ചിട്ട് ഫ്ലോയിൽ പോവുക, നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുക. ഓഫ് കോഴ്സ് ഇപ്പോൾ ജെൻസി ഇത് കാണുമ്പോൾ എന്തെങ്കിലും പറയുമോ ട്രോൾ ഇടുമോ എന്നൊന്നും അറിയത്തില്ല. എന്നിരുന്നാൽ പോലും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പോസിബിൾ അല്ല. ഓഫ് കോഴ്സ് 1-2 കൊല്ലമൊക്കെ നമുക്ക് അതെ 1-2 കൊല്ലമൊക്കെ സ്ട്രെസ് ഇല്ലാണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് പോകണമെങ്കിൽ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബിലേക്ക് കയറേണ്ടി വരും. അപ്പോൾ മാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പം ഈ റിക്രൂട്ട്മെൻറ്റിന് ഇപ്പം ഏറ്റവും ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള
ഒരു ജോബ് പോർട്ടൽ, ഒരു സോഴ്സ് ഏതാണ്? അപ്പം സ്റ്റുഡൻസിനായിട്ട് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുമ്പം ഏത് ജോബ് പോർട്ടൽ യൂസ് ചെയ്താൽ അവർക്ക് ബെറ്റർ ജോബ്സ് കിട്ടും, ഏതിനെ അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ? ഓക്കെ. ഇപ്പം നമ്മുടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന പോർട്ടൽസ് എന്ന് പറയുന്നത് നൗക്കറി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡീഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഗ്ലാസ് ഡോർ, ഷൈൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മേജറായിട്ട് നോക്കുന്ന ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിനിൽ നല്ല രീതിയിൽ എംപ്ലോയേഴ്സിനെയും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിനെയൊക്കെ കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഈവൻ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. അവരുടെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തുക, ആ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയറിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ്. പിന്നെ ഈ നൗക്കറി പോലെ ഇൻഡീഡ് പോലുള്ള പ്ലാറ്റ്ഫോംസ് അവർക്ക് യൂസ് ചെയ്യാം. അതിലൊക്കെ അവർ രജിസ്റ്റർ ചെയ്തിടുന്നത്, പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫിൻപ്രൂവിൻ്റെ കേസ് വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, സ്പോർട്സ് ജിറാഫ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇവിടെ ഫിൻപ്രൂവ് ആയിട്ട് തന്നെ ഒരു ജോബ് പോർട്ടൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, ഇവിടുത്തെ സ്റ്റുഡൻസിന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ആ സ്പോർട്സ് ജിറാഫിൽ രജിസ്റ്റർ ചെയ്യാം. അതിൽ മെയിനായിട്ടും ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൻ്റെയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ ജോബ്സ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാവർക്കും ഏത് ഏരിയയിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒത്തിരി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഫ്രഷേഴ്സിനും ഒക്കെ പറ്റുന്ന പല ജോബ് റോൾസും ഉണ്ട്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്, വളരെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പം ജസ്റ്റ് റെസ്യൂമേ അപ്ലോഡ് ചെയ്ത് അവരുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്താൽ തന്നെ അവർക്ക് അതിൽ രജിസ്റ്റർ ചെയ്യപ്പെടാം. പിന്നെ നമ്മളിടുന്ന ജോബ് പോസ്റ്റ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻസ് അവർക്ക് വരും. അപ്പോൾ വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും ഇവിടെ ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യുന്ന പോർട്ടൽസ് വരുന്നത്. ഓക്കെ. അപ്പം മാം ഇന്ത്യയിലെ ജോബ് പോർട്ടൽസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഫിൻപ്രൂവിലാണെങ്കിൽ ഫോറിൻ ടാക്സസ് ഒക്കെ പഠിപ്പിക്കുന്ന കോഴ്സസ് ഉണ്ട്. ഫോറിനിലേക്ക് ഇപ്പം എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ്, UAE കൺട്രികളിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ ജോബ് നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ജോബ് പോർട്ടൽസും ഒക്കെ എങ്ങനെയാണ്, ഏതാണ് മാം സജസ്റ്റ് ചെയ്യുന്ന ജോബ് പോർട്ടൽസ്? ഓക്കെ. ഇപ്പം UAE-യിലേക്കാണെങ്കിൽ നമുക്ക് ഇപ്പം ഗൾഫ് അക്കൗണ്ടിങ് അനലിസ്റ്റ് പ്രോഗ്രാമും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PG ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോഗ്രാമും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് UAE വാറ്റും കോർപ്പറേറ്റ് ടാക്സും ഒക്കെ ഫയലിംഗ് ഉൾപ്പെടെ സിമുലേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഗൾഫ് വാറ്റും അതുപോലെ ഇപ്പോൾ GST ആണെന്നുണ്ടെങ്കിലും അതുപോലെ TDS ഒക്കെ എങ്ങനെയാണോ ഗവൺമെൻറ് സൈറ്റിലാണല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു മാതൃകയിൽ നമ്മളൊരു മോക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണോ അവർ ഇപ്പോൾ ഒരു കമ്പനി ചെന്നാൽ ഫയൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആണ് ഇവരൊക്കെ UAE-യിലേക്കൊക്കെ പറഞ്ഞു വിടാനായിട്ട്. അപ്പം ഫിൻപ്രൂവിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ടീമുണ്ട്. അവരുടെ ഒരു PCMS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഞങ്ങൾക്ക്, പ്ലേസ്മെൻറ്റ് സെൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിൽ നമ്മൾ പല ജോബും ലിസ്റ്റ് ചെയ്യും. അതിൽ UAE ജോബ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ കൂടെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ UAE-യിലേക്കൊക്കെ കുട്ടികളെ വിടുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ അവരോട് പറയാറുണ്ട്, നിങ്ങളായ രീതിയിലും വേണമെങ്കിൽ ജോബ് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബെയ്റ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ്, അവിടെ കൂടുതൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഉള്ളത് നമ്മുടെ നൗക്കറി ഗൾഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്, പ്ലാറ്റ്ഫോം നൗക്കറിയുടെ തന്നെയാണ്. അത് നൗക്കറി ഗൾഫിലേക്ക് ഉള്ളത്, അത് എക്സ്ക്ലൂസീവായിട്ട് ഗൾഫ് ഓപ്പർച്യൂണിറ്റീസ് അവർ അതിനകത്ത് ഇടുന്നുണ്ട്. അതും അവർക്ക് നല്ലതാണ്. അതുപോലെ തന്നെ പിന്നെ ഇൻഡീഡിൻ്റെ ആണെങ്കിലും ഇൻഡീഡ് UAE എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഉണ്ട്, അതും അവർക്ക് യൂസ് ചെയ്യാം. പിന്നെ ലിങ്ക്ഡിൻ ഏതൊരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബെസ്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ഒരു ജോബ് കിട്ടാനായിട്ട് പറ്റുന്ന പ്ലാറ്റ്ഫോംസാണ്. ജോബ് പോർട്ടൽസ് ഒക്കെ അറിയാമെന്ന് പറഞ്ഞാൽ അത്രയും ഒരു നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ. ഇപ്പോൾ ക്ലാസിഫൈഡ്സ് നോക്കിയിട്ട് ജോബ് നോക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഇല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ വേണമെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ജോബ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും. അപ്പോൾ അത് വളരെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കുറച്ച് ഇൻഫർമേഷൻസ് ആണ് മാം തന്നത്. ഗൂഗിൾ ജോബ്സും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അക്കൗണ്ടൻറ്റ് ജോബ്സ് ഇൻ UAE അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ജോബ്സ് ഇൻ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ താഴെ വരുന്ന ജോബ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരും. അതിൽ സ്ക്രോൾ ചെയ്ത് നോക്കിയാലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാം. ഓക്കെ, മനസ്സിലായി. ഇത് കേൾക്കുന്നവർക്ക് എന്തായാലും ഒരു ഒട്ടുമിക്ക പേർക്ക് ഇതൊരു പുതിയ അറിവ് തന്നെ ആവും. അതെ. അപ്പം മാം ഞാനൊക്കെ പണ്ട് ഞാൻ ഒരു 10-12 കൊല്ലം മുമ്പ് ജോബിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഏതിൽ കയറണം, ഏത് നോക്കണം എന്നുള്ളത്. നമുക്കറിയാം ഇപ്പം നൗക്കറി, ഇൻഡീഡ്, ഷൈൻ പോലുള്ള സൈറ്റുകളൊക്കെ അന്ന് അവൈലബിൾ ആയിരുന്നെങ്കിൽ പോലും അതിലിട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം യൂസ്ഫുൾ ആണ് എന്നുള്ളതൊന്നും വലിയ അറിയില്ല. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും
കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്ന് അതെ അതെ പറയുന്നത്. അതെ അവർ കണ്ടിട്ട് ഇതുപോലത്തെ പോർട്ടൽസും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുക, നല്ല ട്രെയിനിങ്സ് എടുക്കുക, അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അതെ അതെ അതെ. അപ്പം നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് ട്രെയിനിങ് കിട്ടാനായിട്ട് പറ്റട്ടെ, അതുപോലെ തന്നെ ഒരു ജോബിലേക്കൊക്കെ കയറാൻ പറ്റട്ടെ. അപ്പോൾ ഈ ടിപ്സൊക്കെ അവർക്ക് ഹെൽപ്ഫുൾ ആവുക എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും, തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു.